പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഓവി പോലും മുമ്പോട്ട് കടന്നു വന്ന് ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ തിരുമുമ്പാകങ്ങൾ വന്നിരിക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാടിനോട് ബന്ധത്തിൽ കർത്താവെ അടുത്ത ശുശ്രൂഷ ബന്ധത്തിൽ അധികം കൂടി വന്നിരിക്കുന്നു. എന്ന് കഴിഞ്ഞ കാലമൊക്കെയും അവിടുന്ന് വിശ്വാസപ്പാനത്തോളം വിശ്വസ്തനായിരിക്കാനത്തോളം കർത്താവെ എനിക്ക് കൃപ ചെയ്തോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ നല്ല അന്ത്യ കാണുവാനുള്ള കൃപ ചെയ്ത് കർത്താവെ ഇവിടെ കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട
അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാംഗങ്ങൾക്കും അയൽക്കാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സംബന്ധിക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങൾ കർത്താവിൻ്റെ തിരുമുമ്പാകരുത്. കർത്താവെ, ഞങ്ങൾ വചനം ധ്യാനിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ കൊടുക്കുന്നവരണം പ്രാർത്ഥിക്കുന്നു. കാരണം നീ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതാണല്ലോ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയെ നിയമിച്ചിരിക്കുന്നതായിട്ട് വായിക്കുന്നു. ഞങ്ങൾ പാടി പോലെ കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ ദേശത്തിൽ വെളിപ്പെടും. ഞങ്ങൾ മരണമൊക്കെ മാറി നീതിയിൽ കർത്താവെ ദേശത്തിൽ വെളിപ്പെടുന്ന ദിവസമുണ്ടല്ലോ. പിന്നെ കർത്താവെ, ആ പ്രത്യാശ ഞങ്ങൾക്ക് തരുന്ന ഓർക്കുന്നതിനെ ശ്രദ്ധിക്കുന്നു. തിരുമുമ്പാകെയിരിക്കട്ടെ. കർത്താവെ, ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. ഒന്നെല്ലാവർക്കായി സ്തോത്രം. വരുവാനുള്ള തക്ക സമയത്ത് ഒന്നേരുവാൻ സഹായിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ജോർജ് ഭക്തി ഇപ്പോൾ മുമ്പോട്ട് വന്ന് 90-ാം സങ്കീർത്തനം വായിക്കുന്നതാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മധ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുത്തിയെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ ക്രോധത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ നിന്റെ ദയ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ദോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. തന്റെ സഹോദരനായ അഹരോന്റെ മരണത്തിങ്കൽ മോശ പാടിയ ഒരു സങ്കീർത്തനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന കേൾക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതോടൊപ്പം ചുരുക്കം ചില അനുസ്മരണങ്ങളും പ്രിയ പിതാവിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് ഉള്ള അവസരം ഉണ്ടായിരിക്കും. സമയം എല്ലാവരും ചുരുക്കത്തിൽ ഉപയോഗിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 12:30 മണിക്ക് തന്നെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് സെമിട്രിയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു 40 മിനിറ്റോളം ദൈവവചന ശുശ്രൂഷ ഒടുവിലായിട്ട് ഉണ്ടായിരിക്കും. സമയം എല്ലാവരും തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് വിശേഷാലെ ഓർപ്പിച്ചുകൊള്ളുന്നു. പ്രിയ പിതാവ് കഴിഞ്ഞ ഏതാണ്ട് 1 വർഷമായിട്ട് രോഗിയായിരുന്നു. കിഡ്നി സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഡയാലിസിസിന് വിധേയനായി തീരുകയും ചെയ്തു. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് അടുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ബോധ്യം പ്രിയ പിതാവിന് ഉണ്ടായിരുന്നു. ആ നിലയിൽ വളരെ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനും ദൈവം സഹായിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വളരെ ആകസ്മികമായി താൻ പ്രിയപ്പെട്ട ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി. രോഗങ്ങളും ദുഃഖങ്ങളും മരണവുമില്ലാത്തതായിരിക്കുന്ന കർത്താവിന്റെ ആശ്വാസ സ്ഥാനത്ത് പ്രിയപ്പെട്ടവരായിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും പ്രിയപ്പെട്ടവനെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടുകൂടെയോ ഉള്ളതല്ല. ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശ്വാസത്തിന് ആയിട്ട് ആശ്വാസ ഗാനങ്ങൾ ആലപിക്കുകയും തിരുവഴുത്തിൽ നിന്നുള്ള ആലോചനകൾ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉദ്ദേശം. അത് സാധിക്കുവാൻ്റെ ഗുണം ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും കടന്നിരിക്കുന്ന കേരളത്തിലെ ജോസഫ് മുമ്പോട്ട് കടന്നുവന്ന് ചില വാക്കുകൾ അനുസ്മരണമായിട്ട് അറിയിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ പ്രിയ ദൈവദാസന്റെ വേർപാടിൽ ചികിത്സിക്കുന്ന നമുക്ക് ആശ്വാസം നൽകുവാൻ പിതാവ് ശരിയാക്കുമെന്നോ അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷമായി പ്രിയപ്പെട്ടവരായിട്ട്
അടുത്ത ബന്ധം പുലർത്തുവാനുള്ള അവകാശം പിതാവ് ഞങ്ങൾക്ക് നൽകി അതോർത്ത് സ്തോത്രം ചെയ്തു. എൻ്റെ സഹോദരിയെ സഹോദരൻ്റെ അനുജ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ ചില വർഷങ്ങൾ തന്നെ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ സന്തോഷകരമായി മുന്നോട്ട് പോകാനും സ്വർഗീയ പിതാവ് വിചാരിച്ച് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഈ കുഞ്ഞിനെ എനിക്ക് ഈ നാളുകളിൽ വളരെ സന്തോഷകരമായി കാരണം മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് എന്ന് ഓർത്ത് എന്നാൽ തൻ്റെ മരണം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കേൾക്കുവാനായി. എന്നാൽ അന്നേരം സന്തോഷം തോന്നി. കാരണം വേദനയില്ലാത്തതും ദുഃഖമില്ലാത്തതും പ്രയാസമില്ലാത്ത ഒരു ഭവനത്തിലേക്ക് താൻ യാത്രയായില്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയായി. എന്നാൽ വേർപാട് നമുക്ക് എല്ലാവർക്കും ദുഃഖകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ അദ്ദേഹത്തിൻ്റെ അനുജൻ മൂവാറ്റുപുഴ മരിച്ചപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കണ്ടുമുട്ടി അനേക കാര്യങ്ങൾ സംസാരിച്ചു. ആ സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. ഇത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും ചില നാൾക്ക് മുമ്പ് കടന്നു വന്ന് ചില മണിക്കൂറുകൾ തന്നെ താനുമായിട്ട് സംസാരിച്ചു. വളരെ സന്തോഷമായിട്ടാണ് കടന്നുപോയത്. ആ സംസാരത്തിൽ ഒരു നിരാശയുടെയോ ദുഃഖത്തിൻ്റെയോ വാക്കുകൾ ഒന്നും തന്നെ തൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കുവാൻ ഇടയായില്ല. ഇത്രയും പ്രയാസഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴും വളരെ സന്തോഷമുള്ള ഒരു മുഖമായിരുന്നു അന്ന് കാണുവാനിടയായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, വേദനയുണ്ടോ, പ്രയാസമുണ്ടോ, ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നാണ് താൻ പറയുന്നത്. എന്നാൽ അനേകരെ ആ നിലയിൽ കടന്നു പോകുമ്പോൾ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തിൽ കടന്നു പോയപ്പോൾ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ഒരു ഭാരമില്ലാത്തവനായിട്ടാണ് കാണാൻ സാധിച്ചത്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പിടിഞ്ഞു പോയി. ഞങ്ങൾ കൈവിടാത്ത നിലയിൽ മൊത്തം അനുഭവമാണ്. അത് മാത്രമല്ല, എൻ്റെ ഭാര്യയെ കയ്യിൽ പിടിച്ചിട്ട് താൻ വിടാതെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. അത്രമാത്രം ഒരു സ്നേഹത്തോടു കൂടിയായിരുന്നു അന്ന് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് താൻ സ്ഥാനപ്പെടുന്നു എന്ന കാര്യം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ് എനിക്കുണ്ടായത്. ദൈവത്തെ വായിക്കുന്ന പോലെ ഈ ലോകത്തിൽ നമ്മുടെ സംവത്സരം 70 ഏറെയായി 80 എന്ന് വായിക്കുന്ന പോലെ താൻ അവസാന സമയത്ത് കർത്താവിൻ്റെ ആ കൽപ്പന സ്വീകരിക്കുവാൻ താൻ തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. അത് കഴിഞ്ഞ് ഈ കുടുംബത്തിലുണ്ടായ പ്രാർത്ഥനത്തിൽ കടന്നു വന്ന് ഇപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കടന്നുപോയത് എന്നോട് ഓർക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നുപോയിട്ടുള്ള അനുഭവമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്തും വളരെ സന്തോഷകരമായിരിക്കുന്ന ജീവിതമാണ് നയിച്ചത്. എന്നാൽ തൻ്റെ പിതാക്കന്മാർ കർത്താവിനെ സ്നേഹിക്കുന്നവരൊക്കെ മറ്റു അനേക വചനം കേൾക്കുവാൻ മനസ്സിലാക്കാൻ സാധിച്ചു. സൺഡേ സ്കൂളിൽ പോയി പഠിക്കുവാൻ സാധിച്ചു. ആ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന വ്യക്തിമാർ കർത്താവ് ആ നിലയിൽ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ആഴമായി കിടന്നിരുന്നുള്ളത് അവസാന കാലത്തിൽ താൻ വെളിപ്പെടുത്തിയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. തൻ്റെ വ്യാപാരം സുന്ദരമാകുന്നത് നമുക്കൊരു പ്രത്യാശയാണ്. ആ പ്രത്യാശം മുന്നോട്ട് പോകാൻ തുറന്നു നൽകിയില്ല. നാം ആയിരിക്കുന്നതൊക്കെ നാം ദൈവത്തോട് അനുഭവിച്ചതായി സന്തോഷമായി മുന്നോട്ട് പോകാൻ ദൈവത്തോടത്തിൽ നമുക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വീണ്ടും തന്നെ ചേർക്കും. ആ ഒരു പ്രത്യാശ നമുക്ക് ജയിക്കാമോ? ആദ്യം നമുക്ക് അവനെ ഓർമ്മപ്പെടുത്തി നമുക്ക് അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. കാരണം വീണ്ടും പോകാവട്ടെ. പ്രിയ പിതാവിൻ്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന വർഗീസ് സഹോദരനൂടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവൻ ചില വാക്കുകൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ അറിയിക്കുന്നതാണ്. 2 മിനിറ്റാണ് ഒരാൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം കൃത്യമായി ഉപയോഗിക്കാൻ എന്ന് ഓർപ്പിച്ചു. ദൈവനാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്ന് ആത്മായിട്ട് സ്നേഹ
സംഭാഷണം നടത്തുവാനും കടന്നു പോകുന്നതിനിടയായിട്ടുണ്ട്. ദൈവത്തെ പ്രത്യാശ വെച്ചുകൊണ്ട് തന്നെ ജീവിപ്പാൻ പിതാക്കന്മാരുടെ വഴി തെരഞ്ഞെടുപ്പാകണം അവസാന നിമിഷത്തിൽ താത്യം സഹായിക്കുന്നവരെ ഒരു അത്ഭുതമായ പദ്ധതിയാണ്. താൻ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുപ്പാനും ജനത്തിൽ സാക്ഷീകരിപ്പാനുള്ള ഇടയായി. ദൈവത്തിന് ഞങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു. അതിനുശേഷം മരണവാർത്തയേറിയവർ ഞായറാഴ്ച ദുഃഖകരമായ സമയത്തും സന്തോഷത്തോടുകൂടി ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കും. കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരവസ്ഥയിൽ കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് കടന്നു കഴിക്കുന്ന സ്തുതിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുമാനിക്കണം. ഇനിയും കർത്താവിനെ സുന്ദരക്ഷാവായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാതൃകയായി തീരുമാനപ്പെടണം. കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തോട്ടാകും. പ്രിയ പിതാവിൻ്റെ ഇളയ മകൾ മോനിയുടെ ഭർത്താവ് ജോയിയുടെ അളിയൻ ബ്രദർ ജെയ്സൺ ചെന്നൈയിൽ നിന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രിയ സഹോദരൻ ഇപ്പോൾ മുമ്പോട്ട് വന്ന് ചില വാക്കുകൾ അനുസ്മരണമായിട്ട് പറയുന്നതാണ്. ഞങ്ങൾക്ക് 18 കൊല്ലം അനുഭവമുണ്ട്. അപ്പച്ചനായിട്ട് പരിചയമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒരു വചനം ദൈവം എന്നെ ഓർപ്പിച്ചു. അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിന്റ് എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്: വിശുദ്ധന്മാരുടെ മരണം ദൈവത്തിന്റെ സന്നിധാനത്തിൽ വിലയേറിയപ്പെട്ടതാണ്. അപ്പച്ചൻ അപ്പച്ചൻ പല അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിലും അവസാനം ആയപ്പോൾ പ്രത്യാശ ഉള്ളവനായി മരിച്ചു എന്ന് എന്നെ കൂടി പറയാൻ പറ്റുമോ? കാരണം അപ്പച്ചന് അമ്മച്ചി മരിച്ചു കുറേ ആളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മക്കളും ദൂരത്തായിരുന്നു. എന്നാലും ഇങ്ങനത്തെ ഒരു അഡ്വേഴ്സിറ്റീസ് ഓഫ് ലൈഫിൽ അപ്പച്ചന് നല്ല ധൈര്യമുള്ള മാതിരി എപ്പോഴും കാണുമ്പോൾ സന്തോഷമുള്ളവനായി ഞങ്ങളെപ്പോഴും കാണുമ്പോൾ അപ്പച്ചനും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മായിമ്മ ഒക്കെ വരുമ്പോൾ കാണുമ്പോൾ വലിയ സന്തോഷവരായി ആളായി കണ്ടു. ഒരു മുമ്പ് കടന്നുപോയ അങ്കിൾ പറഞ്ഞു വണ്ണം ഒരു നിരാശ വാർത്ത അപ്പച്ചന് വായിന്ന് കേൾക്കാൻ ഇടവന്നിട്ടില്ല. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു അവസാനമായി സ്നാനം എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അധികമായി പ്രാർത്ഥിച്ചു. കാരണം വചനം അങ്ങനെയാ പറഞ്ഞ ആര് രക്ഷിക്കപ്പെട്ട് സ്നാനം എടുത്താൽ ആ സ്വർഗരാജ്യത്ത് പോകാൻ പറ്റുള്ളൂ. അതൊരു വലിയ സാക്ഷിയായി. ഇവിടുത്തെ ലോകത്തിലല്ല നമ്മൾക്ക് പ്രത്യാശ, നമ്മുടെ പ്രത്യാശ വരാൻ പോകുന്ന ലോകത്തിലാണ്. അതിന് ദൈവം നല്ല സന്തോഷകരമായി സഹായിച്ചു. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഹാർട്ട്ഫെൽറ്റ് കണ്ടോളിന് സാധിക്കുന്നതാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. യെരൂശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സർവ്വപ്രധാനായ സത്യകർത്താവേ, നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഏതവസ്ഥയിലും അങ്ങയുടെ പ്രകാശത്തോട് ചേർന്നു അതേ നോക്കി പ്രാർത്ഥിപ്പാനൊക്കെ പോകണം, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനൊക്കെ പോകണം. അവിടെ അനുവദിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ സമയത്ത് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് വീണ്ടും നോക്കുകയാണ്. അങ്ങോട്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർപ്പാനത്തോടും നിയമം അവർ അനുവദിക്കുന്നതിനായിട്ട് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ലോകത്തിലേക്ക് അതിനെ വിളിച്ച് ചേർത്തു. അതിനായിട്ട് നന്ദിയോടെ എന്നാൽ കർത്താവെ ആ ഭൗതിക ശരീരം ഞങ്ങൾ അടക്കം ചെയ്യേണ്ടതാണ്. കർത്താവെ അതിനായിട്ട് ഞങ്ങൾ അനുവദിക്കുകയാണ്. കർത്താവ് കരുണ കാണിക്കണം. സമാധാനവും അങ്ങനെയുള്ള വലിയ പ്രത്യാശയും ആ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കുകയും കർത്താവ് ശേഷാൽ
അങ്ങയുടെ വചനം ഈ ദേശത്ത് കഥായ സമയത്ത് അറിയിക്കുന്നു. ചില ആത്മാക്കളെങ്കിലും കഥാവിന്റെ സന്നിധിയിലേക്ക് കഥാവെ വരുവാൻ തക്കവണ്ണം പുതിയതായി ജനിപ്പാൻ തക്കവണ്ണം സ്വതന്ത്ര ദൈവം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സജീവനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അവൻ കാര്യങ്ങളെ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ അവിടുന്ന് അനുവദിച്ചതിനായിട്ട് നന്ദിയോട് ഞങ്ങൾ സമയം അങ്ങനെ അങ്ങയുടെ നാമം ഇതിലൂടെ ഓർക്കുന്നു.